കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ത്യ ക്രൂഡിന് മുകളിലുള്ള വിൻഡ്ഫോൾ ടാക്സ് 16.6% ഉയർത്തുന്നു എന്ന അപ്ഡേറ്റ്. മെട്രിക് ടണ്ണിന് 6000 രൂപയായിരുന്നു മുമ്പ് വിൻഡ്ഫോൾ ടാക്സ്. ഇപ്പോൾ അത് 7000 രൂപയാക്കി ഉയർത്താനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ 16 തീയതിയോടുകൂടിയാണ് പുതിയ റേറ്റ് പ്രാബല്യത്തിൽ വരിക. വിൻഫോൾ ടാക്സ് സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയുടെ കീഴിലാണ് വരുന്നത്. പ്രത്യേകിച്ചും പെട്രോൾ, ഡീസൽ തുടങ്ങിയവയുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് വിൻഫോൾ ടാക്സ് ഏർപ്പെടുത്തുന്നത്. ഇതുവഴി ഗവൺമെൻറ്റിന് പെട്രോൾ, ഡീസൽ തുടങ്ങിയവയുടെ എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്നിവ റെഗുലേറ്റ് ചെയ്യാനും പെട്രോളിയം കമ്പനികൾ അധിക ലാഭം എടുക്കുന്നത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് 52 വീക്ക് ഹൈ 3250 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3200-3200 റെസിസ്റ്റൻസ് നേരിടുന്നത് കൊണ്ട് സ്റ്റോക്ക് ചിലപ്പോൾ കറക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. കറക്റ്റ് ആവുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ലെവലായ 3050 ആയിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സൊമാറ്റോയുമായി ബന്ധപ്പെട്ടതാണ്. സൊമാറ്റോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 3% ഉയർന്ന് 229 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 573, 52 വീക്ക് ഹൈ 232, 52 വീക്ക് ലോ 76 രൂപ 50 പൈസ. സൊമാറ്റോ അതിൻ്റെ പ്ലാറ്റ്ഫോം ഫീസ് 5 രൂപയിൽ നിന്നും 6 രൂപയാക്കി ഉയർത്തി എന്നുള്ളതാണ് സൊമാറ്റോയെ സംബന്ധിച്ച പോസിറ്റീവ് ന്യൂസ്. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. പ്രധാനമായും ഡൽഹി, ബാംഗ്ലൂരു തുടങ്ങിയ സെലക്റ്റഡ് മാർക്കറ്റിലാണ് കമ്പനി അതിൻ്റെ പ്ലാറ്റ്ഫോം ഫീസ് ഉയർത്തിയിരിക്കുന്നത്. ഒരു വർഷം ഏകദേശം 87 മുതൽ 90 കോടി രൂപയുടെ ഓർഡറുകൾ ലഭിക്കുന്നത് കൊണ്ട് കൺവീനിയൻസ് ഫീസിൽ 1 രൂപ വർധനവ്, അതായത് പ്ലാറ്റ്ഫോം ഫീ 5 രൂപയിൽ നിന്ന് 6 രൂപയാക്കിയപ്പോൾ ഉണ്ടാകുന്ന 1 രൂപ വർധനവ് കമ്പനിയുടെ എബിറ്റയിൽ 85 മുതൽ 90 കോടി രൂപയുടെ വർധനവിന് കാരണമായേക്കും. ഇതുമൂലം കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിൽ 6 മുതൽ 7% വളർച്ചയുണ്ടാകുമെന്നാണ് അനലിസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q4 പ്രോഫിറ്റബിലിറ്റിയിൽ 20.6% വളർച്ച കമ്പനിക്ക് നേരിടാൻ സാധിച്ചു. ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ, ഈ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിലല്ല, അടുത്ത ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ Q3 സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. കൂടാതെ കമ്പനിയുടെ ഗ്രോസ് ഓർഡർ വാല്യൂ ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണമായി ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ സൊമാറ്റോ മാത്രമല്ല, സെക്ടറിലെ സൊമാറ്റോയുടെ കോമ്പറ്റേറ്ററായ സ്വിഗ്ഗിയും പ്ലാറ്റ്ഫോം ഫീസ് ഉയർത്തിയിട്ടുണ്ട്. ഈ രണ്ട് കമ്പനികളും ഒരേ സമയം പ്ലാറ്റ്ഫോം ഫീസ് ഉയർത്തിയതുകൊണ്ട് കസ്റ്റമേഴ്സ് രണ്ട് കമ്പനികളിൽ നിന്നും, അതായത് സ്വിഗ്ഗിയുടെ കസ്റ്റമേഴ്സ് സൊമാറ്റോയിലേക്കോ സൊമാറ്റോയുടെ കസ്റ്റമേഴ്സ് സ്വിഗ്ഗിയിലേക്കോ മാറാനുള്ള ചാൻസുമില്ല. ഓവറാൾ ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെയും എബിറ്റ മാർജിനെയും വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനമായതുകൊണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വരും സമയങ്ങളിൽ വരുന്ന 2 വർഷത്തിനുള്ളിൽ 35% CAGR കൂടിയുള്ള ഗ്രോത്താണ് കമ്പനിയിൽ നിന്ന് മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ടെക്നിക്കലിയും സൊമാറ്റോ എന്ന സ്റ്റോക്ക് മികച്ച ലെവലിലാണ്. സ്റ്റോക്ക് 200 രൂപയിൽ നിന്നും റെസിസ്റ്റൻസ് നേരിട്ടതിന് ശേഷം 180 രൂപ വരെ ഇടിയുകയും അവിടെ നിന്നും 200 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ 229 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്ക് പലപ്പോഴും ഹയർ ട്രെൻഡിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും കൃത്യമായ ഇടവേളകളിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരാറുണ്ട്. ആ കറക്ഷന് ശേഷം സ്റ്റോക്ക് പ്രീവിയസ് ഹൈയെ ബ്രേക്ക് ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. സൊമാറ്റോയുടെ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്കിന് കറക്ഷൻ വരികയാണെങ്കിൽ 200-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്